കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി. സംഭവത്തിൽ 3 അംഗ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. നടപടി ഹൈക്കോടതിയെ അറിയിക്കാനും തീരുമാനമായിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, താൽക്കാലിക VC-യുടെ ചുമതലയുള്ള സിസ തോമസും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സസ്പെൻഷൻ റദ്ദാക്കാനുള്ള തീരുമാനത്തോട് താൽക്കാലിക ചുമതലയുള്ള VC-യുടെ നിലപാട് എന്തായിരുന്നു? ആര്യ, സുപ്രധാനമായ വിവരമാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. രജിസ്ട്രാർ KS അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഷൻ റദ്ദ് ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഇതിന് പുറമെ അന്വേഷിക്കാനായി 3 അംഗ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ, G മുരളീധരൻ, ഡോക്ടർ നസീബ് എന്നിവരെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് സിൻഡിക്കേറ്റ് ഈ സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് കോടതിയെ അറിയിക്കാനും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അറിയിക്കാനായി രജിസ്ട്രാർ ഇൻചാർജിനെയാണ് സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് VC മോഹനൻ കുന്നുമ്മൽ നടപ്പാക്കിയ ഒരു സസ്പെൻഷൻ ഉത്തരവ് അതിപ്പോൾ സിൻഡിക്കേറ്റ് പിൻവലിക്കാൻ, അതായത് റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ ഹൈക്കോടതിയിൽ KS അനിൽകുമാറിന്റെ ഈ സസ്പെൻഷനെതിരായ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ അവസരത്തിന് അതിൽ ഹൈക്കോടതിയുടെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നവരെ കാത്തു നിൽക്കാതെ സിൻഡിക്കേറ്റ് അധികാരം ഉപയോഗിച്ചിരിക്കുന്നു. അതായത് സർവകലാശാല സിൻഡിക്കേറ്റിലെ കേരള സർവകലാശാലയിലെ നിയമപ്രകാരം 10-13 പ്രകാരമാണ് VC സിൻഡിക്കേറ്റ് കൂടാത്തപ്പോൾ ഉള്ള സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. പക്ഷേ 10-14 പറയുന്നത് VCക്ക് ഡെപ്യൂട്ടി രജിസ്ട്രാറിന് താഴേക്കുള്ള ഉദ്യോഗസ്ഥരെ മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ശിക്ഷാ നടപടിക്ക് വിധേയനാക്കാനുള്ള അധികാരമുള്ളൂ. അതായത് VC സിൻഡിക്കേറ്റ് ഇല്ലാത്തപ്പോൾ സിൻഡിക്കേറ്റ് എന്ന നിലയിൽ എടുത്ത തീരുമാനമാണ് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം. VC മോഹൻ കുന്നുമേൽ എടുത്ത തീരുമാനം ഇപ്പോൾ സിൻഡിക്കേറ്റ് റദ്ദാക്കുകയാണ്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കുന്നുണ്ട്. ഈ നീക്കം ഹൈക്കോടതിയെ അറിയിക്കും. ഇനി അതിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട്? കാരണം ചാൻസലർ കൂടിയായ ഗവർണർ ഇടപെട്ട വിഷയമാണ്. ഇനി എന്തായിരിക്കും മുന്നോട്ട് പോവുക, എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്.